എനിക്ക് പറയാൻ ഒരു പ്രതിയുടെ പേരുണ്ടാകണം. സാറ് കണ്ടുപിടിച്ച പ്രതിയുടെ പേര്. അത് തന്നെ എനിക്ക് പറയേണ്ടത്. എന്താ നിങ്ങളുടെ തീരുമാനം? ഈ പോലീസുകാരുടെ മാനം കാക്കാനോ അതോ മോളുടെ കല്യാണം നടത്താനോ? നീ ഒന്നും വിടായിട്ടാ. എടി നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ ഒന്ന് അടങ്ങ്. എങ്ങനെ അടങ്ങാനാ രവിയേട്ടാ? പറഞ്ഞ ഡേറ്റിന് കല്യാണം നടത്തിയില്ലേ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. പക്ഷെ അതിന് കുറച്ചും കൂടെ സമയം വേണം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. അവളെ വെറും കൈയോടെ ഇറക്കി വിടാൻ എന്താ അനാഥ കുട്ടിയെ വല്ലതും വേണോ? ഇങ്ങനെ പറഞ്ഞോണ്ട് ഇവിടെ മോനെ വാ ഇരിക്കെ. മോനെ ഒന്നങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫോണിലൂടെ പറയുന്നത് ശരിയല്ലോ എന്ന് ഓർത്തിട്ടാ ഞാനിപ്പോൾ നേരിട്ടൊന്ന് പറയാമെന്ന് കരുതി. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതല്ല. കല്യാണക്കുറിയ മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് കുറച്ചുകൂടെ സാവകാശം തരണം. ഞാൻ എല്ലാം ശരിയാക്കാം ഉടനെ. അതെ മോനെ, മോനൊന്നുകൂടെ ഒന്ന് ആലോചിക്കേ. മോനും ഇല്ലേ ഇതേ പ്രായത്തിലൊരു പെങ്ങള്? അതെ അമ്മ, അതുകൊണ്ടാമ്മ ഇത് ചെയ്ത്. അച്ഛനെ നോക്കിയേ. എന്താ മോനെ ഇത്? കല്യാണം കഴിക്കാൻ കറക്റ്റ് എന്റെ മോളുടെ പേരുള്ള ഒരു പെൺകുട്ടിയെ തന്നെ കണ്ടുപിടിച്ചു അല്ലേ? എന്താണ് അച്ഛൻ ശരിക്കും തുറന്നു നോക്കിയേ? നോക്കുന്നതിന് മുമ്പ് ഓരോന്ന്. അച്ഛാ, ഈ കാണാതെ പോയത് പെണ്ണിനൊന്നുമല്ലോ, സ്വർണ്ണമല്ലേ? ഞാനന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ പറഞ്ഞല്ലേ എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി. ഇപ്പൊ കറക്റ്റ്. എന്തായിട്ടാ കാര്യം? നീ തന്നെ നോക്ക്. അയ്യോ, ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കാൻ മറന്നു. ചായ എടുക്കട്ടെ മോനെ? വേണ്ട. അല്ല, കുറച്ച് ചായ എടുക്കാം. എന്നാ ജ്യൂസ് എടുക്കാം. എന്നാ കുറച്ച് ജ്യൂസ് എടുക്കട്ടെ. വേണ്ടേ? അല്ല, എന്നാ കുറച്ച് ചായയും കുറച്ച് ജ്യൂസ് എടുക്കട്ടെ. എന്നാ പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കട്ടെ. എനിക്കിതിരി വെള്ളം മതിയോ? വെള്ളം ശരി ശരി. എന്തുവാ? മോളുടെ വീട്ടിലല്ലേ മോളെ മോഷണം നടന്നത്? മോൻ മൊബൈലിൽ കാണിച്ചായിരുന്നു. മോളുടെ കല്യാണം മുടങ്ങിയല്ലേ? അച്ഛൻ ഇപ്പോഴും ജോലിയുണ്ടോ? ആളിറങ്ങണം. അപ്പൊ ശരി, എന്റെ കല്യാണത്തിന് വരാൻ മറക്കരുത്. അല്ല, മോളുടെ കല്യാണമാണല്ലോ, എന്തായാലും വരേണ്ടി വരുമല്ലോ അല്ലെ? ഈ അക്കൂടത്തെ എന്റെ കല്യാണത്തിനും ഈ സന്തോഷ കുടുംബ മോള് വന്നല്ലോ. രേണു, ഞാൻ ഈ കല്യാണക്കുറി തരാ. ആരുടെ കല്യാണം? നമ്മുടെ കല്യാണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? രേണു, ഈ കല്യാണം നടക്കില്ല. കുട്ടിക്കുണ്ടോ സന്തോഷം വരുമ്പോ എപ്പോഴും വന്ന് കൊടുക്കലൊക്കെ? മോളെ, കാര്യങ്ങളൊക്കെ ഒരുമാതിരി ശരിയാക്കി കൊണ്ടുവരിക. അതിന്റെ ഇടയിൽ നീ ഇങ്ങനെ പറഞ്ഞു എന്ത് ശരിയെന്ന് അച്ഛനീ പറയുന്നത്? കാണാതെ പോയ സ്വർണ്ണം തിരിച്ചു പിടിച്ചോ? അതിനിവിടെ ആര് സ്വർണം ചോദിച്ചു? എനിക്ക് സ്വർണം വേണ്ട. കുറച്ച് വെള്ളം തരുമോ? നീ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? അച്ഛൻ എപ്പോഴും പറയാറില്ലേ ആത്മാർത്ഥമായി ചിരിക്കാനും സമാധാനത്തോട് സന്തോഷത്തോടും കൂടി ഇരിക്കാനും കഴിയുന്നവൻ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന്. ആ ഭാഗ്യം എനിക്ക് കിട്ടണമെങ്കിൽ കാണാതെ പോയ സ്വർണ്ണം അത് കൊണ്ടുപോയി കള്ളനെയും പിടിക്കണം. അല്ലാതെ ഈ കല്യാണം നടക്കില്ലേ? ഇല്ല. കുറച്ചുകൂടെ വെള്ളം. നിന്റെ പ്രശ്നം എന്താടി? ഒരുപാട് ചാടാണിയല്ലേ? നീ പോടാ അച്ഛാ. ഇതിന്റെ പേരിൽ അച്ഛനും അച്ഛനും ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല നാണക്കേട് അനുഭവിക്കുന്നത്. ഓരോ ദിവസവും നാട്ടുകാരുടെയും കൂടെ ജോലി ചെയ്യുന്നതിന്റെ ഒക്കെ പുച്ഛവും പരിഹാസവും കണ്ട് മടുത്തു ഞാൻ. ഈ അവസ്ഥയിൽ ഒരു വീട്ടിലേക്ക് കയറിച്ചെന്ന് എന്ത് വില എനിക്ക് അവിടെ ഉണ്ടാവുക? നിന്റെ വിലക്ക് ഒരു കുറവുണ്ടാവില്ല. എന്റെ അച്ഛനും തന്നെ കുറിയടിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സമ്മതമല്ല. മോൾ ആദ്യം കല്യാണത്തിനൊന്ന് സമ്മതിക്കും. സ്വർണ്ണമൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ഇല്ല അച്ഛാ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ജാതക പ്രകാരം 10 വർഷം കഴിഞ്ഞ എന്റെ കല്യാണം നടക്കും. ഞാൻ മമ്മൂട്ടിയൊന്നുമല്ല, പ്രായം കൂടുന്നവർ താമര കൂടി കൂടി വരെ. എനിക്കിപ്പോ കേട്ടോ. വേറെ ആരും ചോദിക്കട്ടെ.
വേണ്ട. അയാൾ പറയുന്നത് നാളെ രാവിലെ അയാൾക്കൊരു പ്രതിയെ വേണമെന്ന്. ഈ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ വിചാരിച്ച അത് നടക്കില്ല എന്ന് ഇനിയിപ്പോ പ്രത്യേകം പറയണോ പപ്പേട്ട? ഒറ്റ രാത്രി കൊണ്ട് അത് ചെയ്യാൻ പറ്റിയാലോ? അല്ല അത് മന്ത്രി പറഞ്ഞതെന്താ? നാളെ പറയാൻ അയാൾക്കൊരു പ്രതിയുടെ പേര് വേണം. അത് ഒറിജിനൽ പ്രതി തന്നെ ആവണമെന്ന് അയാൾ പറഞ്ഞോ? എന്ന് വെച്ചാ? എടോ പിള്ളേ, ഈ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളും ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ വായടക്കാൻ ഒരു പ്രതിയെ വേണം. ആ പ്രതിയെ നമ്മൾ ഉണ്ടാക്കണം. ഒരു പ്രതിയെ, ഡമ്മി പ്രതിയെ. മന്ത്രി ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡമ്മി തോക്ക് കൂടി ഉണ്ടാക്കി തരണം. ഒന്നും ഉണ്ടായിരിക്കും സാറേ. അല്ല പിന്നെ എന്റെ തോക്ക് പപ്പേട്ടൻ പറ. ഇതുപോലുള്ള കേസുകളിൽ പോലീസുകാർ ഇതിനു മുമ്പും ഡമ്മികൾ ഉപയോഗിച്ചിട്ടില്ലേ? ഉണ്ട് പപ്പേട്ട. പക്ഷെ ഇതിപ്പോ നമ്മുടെ ഈ കേസിൽ ഇത് ഈ കഥകളൊക്കെ ജനങ്ങളും മാധ്യമങ്ങളും വിശ്വസിച്ചെന്നിരിക്കും. പക്ഷെ കോടതി? അതെ, കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവുകൾ മാത്രം. ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരക്കണക്കിന് നിയമങ്ങളും അതിനെ നോക്കൂസികളാക്കുന്ന പഴുതുകളുമാണുള്ളത്. ആ നിയമത്തിന് വേണ്ടി ഒരു നിരപരാധിയെ നമ്മൾ പ്രതിയാക്കുന്നു. എന്നിട്ട് ആ പ്രതിയെ നിരപരാധിയാക്കാനുള്ള പഴുതുകൾ ഉണ്ടാക്കുന്നു. ആരാ? എന്താ സാറേ എന്റെ കാശ്. എന്ത് കാശ്? ഇവിടെ മനുഷ്യനാകെ നട്ടം തിരിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിൽ അവന്റെ ഒരു കാശ്. അല്ല സാറേ. എന്തല്ല സാറേ, പോടാടുന്നു. ഈ കേസ് നമ്മുടെ കയ്യിൽ നിൽക്കുമോ പപ്പേട്ടാ? കേസ് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വിട്. ആദ്യം ഒരു പ്രതിയെ കണ്ടുപിടിക്കാനുള്ള വഴി ആലോചിക്കും. പണി പോകാതിരിക്കാൻ വേറെ വല്ല വഴിയുണ്ടോ? ഇല്ല. പിള്ളേർ കാര്യം ചെയ്യും. നമ്മുടെ സ്ഥിരം കുറെ കക്ഷികളില്ലേ, അവന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്ക. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല സാറേ. സ്ഥിരം ആളുകളെയല്ല ഇവിടെ ആവശ്യം. ജെന്യൂനായിട്ടുള്ള ഒരാളെ വേണം. പ്രതിയാണെന്ന് പറഞ്ഞാൽ ജനങ്ങളും മീഡിയാസും വിശ്വസിക്കുന്ന ഒരാൾ. സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ ഇപ്പൊ നമുക്ക് എവിടെ നിന്ന് കിട്ടാന്? അങ്ങനെ ഒരാൾ കിട്ടാതെ ഈ പ്ലാനുമായി മുമ്പോട്ട് പോകുന്നത് മണ്ടത്തരാണ്. ആരാ ഇനിയിപ്പോ അങ്ങനെ ഒരാള്? കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് ഒരു പട്ടിയെ പോലെ പണിയെടുക്കാൻ ഞാൻ. എന്നിട്ട് കാശ് ചോദിക്കുമ്പോ ഒരുമാതിരി ഞഞ്ഞാമിന്റെ വർത്താനം പറയല് സാറേ. എന്റെ അമ്മ എന്നേ പറഞ്ഞ പോലീസുകാരെ പരിപാടിക്ക് പോലെ പോലെ. ഈ കാശും കൊണ്ട് അടിച്ചു പൊളിക്കാനൊന്നുമല്ല, വീട്ടിൽ അരി വാങ്ങിക്കാന്. കുറച്ചുകൂടെ ചോറ് ഇട്ട് കൊടുക്ക്. അത് ഇത് ഉണ്ണട്ട്. എന്നിട്ട് ഈ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉരുട്ടി ഉരുട്ടി കഴിക്കും. തട്ടിക്കും. കരിമീന് അതങ്ങോട്ട് എടുത്ത് കഴിക്കും. എല്ലാം കൂടെ കുഴച്ച്. സാറേ എന്റെ കാശ് ഇങ്ങ് തന്നിരുന്നെങ്കിൽ ഞാനങ്ങ് പോയി. ഓ എന്റെ അമ്പിളി, ഈ കാശൊക്കെ എന്നാ ഉണ്ടായത്? കാശ് ഇന്ന് വരും നാളെ പോവും. എന്റെ കാശ് അങ്ങനെ പോകണ്ട. ഓ നിന്റെ കാശെന്ന് പറഞ്ഞു അങ്ങോട്ട് കൊടുക്ക്. 500 രൂപ അധികം ഉണ്ട്. ഓ എന്നാ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കടാ. പോവാനല്ല പറഞ്ഞേ. വയറ് നിറച്ച് കഴിക്ക്. കഴിക്കും. ഇതൊക്കെ എടുത്ത് അതുകൂടെ എടുത്ത് കഴിക്കും. നിനക്കല്ലേ. ഇനി ഇതൊന്നും പോരെങ്കിൽ നിനക്ക് വേറെ എന്താ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരാം. അതെ അതെ. അങ്ങനെയൊന്നുമില്ല. എന്നാലും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താന്ന് പറ. എനിക്ക് വെടിയിറച്ചി കഴിക്കണം എന്നൊരാഗ്രഹം. വെടിയിറച്ചിയോ? സത്യം പറയാലോ, എന്റെ തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കൊക്കിനെങ്കിലും വെടിവെച്ചിട്ട് തന്നേനെ. അയ്യേ, ഇനി പറഞ്ഞിട്ടെന്താ? സാറ് വിഷമിക്കണ്ട. സാറിന്റെ തോക്ക് വേഗം കിട്ടും. സാറിന്റെ മോളുടെ സ്വർണവും കിട്ടും. സത്യം. അതിന്റെ ഒരു കാര്യം നിന്നോട് സംസാരിക്കാൻ വേണ്ടി നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സാറ് പറ സാറേ. ഇന്നലെ നമ്മുടെ ഈ ക്വാർട്ടേഴ്സിൽ ഒരു മോഷണം നടന്ന വിവരം നിനക്ക് അറിയാവല്ലോ. അപ്പൊ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നാളെ ആഭ്യന്തരമന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. പക്ഷെ പ്രതിയെ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഡമ്മി പ്രതി ഹാജരാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് പോലീസ് ബുദ്ധി. പക്ഷെ ഡമ്മി പ്രതി ആവാനും ഒരാളെ കിട്ടിയിട്ടില്ല. സാറേ വെറുതെ കണ്ടുപിടിക്കണം. നിങ്ങൾ പോലീസുകാരല്ലേ. പക്ഷെ ഡമ്മി പ്രതി ആവാൻ ആരെങ്കിലും സമ്മതിക്കണ്ടേ? തല്ല് സമ്മതിപ്പിക്കണം സാറേ. അല്ലെങ്കിൽ വിളിച്ചിരുത്തി ഇതുപോലെ ഭക്ഷണം കൊടുത്താ ആരായാലും സമ്മതിക്കില്ലേ? സമ്മതിക്കോ? പിന്നെ എന്നാ പിന്നെ നീ അങ്ങോട്ട് സമ്മതിക്കേ. എന്തിനാ? നീയല്ലേ ഞങ്ങളുടെ ഡമ്മി പ്രതി. സാർ ഇട ഒന്നുമില്ല.
ഇവിടെ നിന്ന് മോഷണം പോയാൽ സ്വർണ്ണാഭരണങ്ങളും തോക്കും നീയാണ് മോഷ്ടിച്ചെന്ന് അങ്ങോട്ട് പറയണം. സാർ എന്ത് പൊട്ടത്തറയും പറയുന്നത്? വെറുതെ എന്നെ വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ തന്നെ. എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട. ഇരിക്കട അവിടെ. കൂടുതൽ വിളച്ചെടുത്താൽ സംശയത്തിന്റെ പേരിൽ നിന്നെ പിടിച്ച് അകത്തിടാനും ഞങ്ങൾക്ക് പറ്റും. എന്നെ അങ്ങോട്ട് കൊല്ല്. എന്റെ അമ്പിളി, നീ അവിടെ ഇരിക്കുക. എന്നിട്ട് സാറ് പറയുന്നത് വിശദമായിട്ടൊന്ന് കേൾക്കും. എടാ, ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. നീ ഒരു ഡമ്മി പ്രതിയല്ലേ ആക്കുന്നത്, ഒറിജിനൽ പ്രതി നീയല്ലല്ലോ. സാറിന് വിവരമൊന്നുമില്ലേ? സാറേ, ഡമ്മി പ്രതിയാൻ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, കോടതിക്ക് അറിയില്ലല്ലോ. കോടതി എന്നെ ശിക്ഷിക്കില്ലേ? ചേട്ടാ, അതിനല്ലേ പപ്പേട്ടൻ ഇരിക്കുന്നത്. ഒരു കേടും കൂടാതെ നിന്നെ ഊരിക്കൊണ്ടുവരാനുള്ള സകല പഴുതും പപ്പേട്ടൻ അതിൽ എഴുതി പിടിപ്പിച്ചോളൂ. ഊരിക്കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ എന്നെ അറസ്റ്റ്? അതവന്റെ ന്യായമായ ഒരു ചോദ്യമാണ്. ശരിക്കുള്ള പ്രതിയെ പിടിക്കാനുള്ള ഒരു തെളിവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളൊരു പ്രതിയെ പിടിച്ചു എന്ന് ഒറിജിനൽ പ്രതി അറിഞ്ഞാൽ അവൻ സന്തോഷിക്കും. അവൻ എന്തെങ്കിലും അബദ്ധം കാണിക്കും. അങ്ങനെ അവനെ പൂട്ടാൻ ഞങ്ങൾക്ക് സാധിക്കും. മനസ്സിലായോടാ? മനസ്സിലായ? ഇതാണ് പോലീസ് ബുദ്ധി. സംഭവമുള്ള പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ സമ്മതിച്ചാലും എന്റെ അമ്മ സമ്മതിക്കില്ല. നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? ചൂളയില്. ഏത് ചൂളയില്? ചെങ്കിച്ചുള്ളയിലുണ്ട്. എനിക്കറിയാം. ഞാൻ കാണിച്ചു. കൊണ്ടുപോവാ. അല്ല, ചോറുണ്ട്. അമ്മയെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം പറഞ്ഞു. ആരാടാ നിനക്കൊക്കെ പെർമിഷൻ തന്നത്? ആരാടാ തന്നെന്ന്? നിനക്ക് കൂടെ ആട്ടവും പാട്ടും നടത്താൻ ആരാടാ പെർമിഷൻ തന്നത്? ഒരു മിനിറ്റ്. ഇവന്മാരെ വെറുപ്പിച്ചവൻ കാല് മാറും. ഇപ്പൊ ആക്ഷൻ കാണിച്ചാലേ വീട്ടിലിരിക്കത്തേ ഉള്ളേ. ഇപ്പൊ വേണ്ടത് കട്ടവനെയോ. എടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നിങ്ങൾ കൊട്ടിക്കോ. എന്റെ അമ്മച്ചിയാ പോലീസ്. ഞാൻ കഞ്ചാവ് കച്ചവടം നടത്തിയേ. എടാ, അതിനല്ല. ഓടാ, പറ്റോ ഇങ്ങനെ ബാക്കിയിരുന്ന് പ്രിയടാ. ഓടാ പുല്ലേ. അങ്ങ് സമ്മതിച്ചേ, ഞങ്ങൾ പോയിട്ട് വരാം. എങ്കിൽ നമുക്ക് പോവാം സാറേ. എങ്ങോട്ട്? അല്ല, എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പോഴല്ല അറസ്റ്റ് ചെയ്തു, പിന്നെ നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച്. അല്ല സാറേ, ഇപ്പൊ അങ്ങ് അറസ്റ്റ് ചെയ്തോ? വെറുതെ എന്തിനാ നാളത്തേക്കാക്കുന്നേ? പിള്ളേ, അതായത് അമ്പിളിക്കുട്ടാ, നിന്നെ അങ്ങനെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കൊരു ഇതൊക്കെ വേണ്ടേ? അതുകൊണ്ട് 10 പേരെ അറിയണം. അതിന് നിന്നെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കും. ഓടിച്ചിട്ടോ? എവിടെ വെച്ച്? നീ നാളെ കോടതിയിൽ കീഴടങ്ങാൻ വരണം. അപ്പൊ ഞങ്ങൾ കോടതിയിലിട്ട് ഓടിച്ചിട്ട് പിടിക്കും. എല്ലാ ആരോപണങ്ങളും അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് ഏറെ വിവാദമുണ്ടാക്കിയ പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിയുടെ പേര് PK അമ്പിളി കുമാർ. പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിലെ പ്രതി അമ്പിളി ഇന്ന് കോടതിയിൽ കീഴടങ്ങുമെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസുകാരും മാധ്യമങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നീ ഇതെവിടെ പോയി കിടക്ക്? കോടതിയുടെ വെളിയിലുണ്ട് സാറേ. നീ കോടതിയുടെ അകത്തേക്ക് വാ. ഞാനിപ്പോ പോയിട്ട് വരാം. എന്നാ പൊളിച്ചെടുക്കണേ. കോടതിയോ? അല്ല, ഡയലോഗേ. വക്കീലിന്റെ അടുത്ത് ഓടുന്ന പറ്റുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സകല തെളിവുകളുണ്ട്. ഞാനേതായാലും ഇവിടെ തന്നെ ഉണ്ട്. അവൻ എത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ട് പോണത് അവൻ? ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ്. ഞാൻ കീഴടങ്ങുന്നു. എന്നെ അറസ്റ്റ് ചെയ്യണം, യുവർ ഓണർ.
എടാ നീ ഇത് എവിടെയാ? ഞാൻ കീഴടങ്ങി. കീഴടങ്ങി? എവിടെ? കോടതിയിൽ. ഏത് കോടതിയിൽ? ഇതേത് കോടതിയാ ചേട്ടാ? കുടുംബ കോടതി. കുടുംബ കോടതി. നിന്നോട് ആരാ കുടുംബ കോടതി പോയി കീഴടങ്ങാൻ പറഞ്ഞത്? എടാ നീ ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? മജിസ്ട്രേറ്റ് കോടതിയില്. അതെവിടെയാ? അത് നിന്റെ അപ്പം. എടാ നീ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങില്. അയ്യോട്ടാ സോറി, കോടതി മാറിപ്പോയി. പിന്നെ കണ്ടു കോട്ടെ നിങ്ങളെ. അണ്ണനിത് എന്തോന്ന് കാണിക്കണത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചില്ല. നേരം കുറിക മുറിക വന്ന് പിടിക്കണ പൂച്ച അറിയാ കുഴികളും പെരുകും കെണികളും തലയിലായ അവനെ കോടതിക്കകത്ത് കാലുകുത്തിക്കല്ലേ. ശ്രീപത്മനാഭ രക്ഷിച്ചു. കേരള വാണ്ട്സ് ടു നോ. കേരള പോലീസിന്റെ അന്വേഷണ പാഠവും കണ്ട് ഭയന്ന് അമേരിക്ക അയച്ച CII ചാരനാണോ ഈ അമ്പിളി? ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതാ ഒരു മറുപടി. പബ്ലിക് TV എക്സ്ക്ലൂസീവ്. ഈ കാണുന്ന ഫോട്ടോ അമ്പിളി വാഗമണിൽ വെച്ച് ആയുധ പരിശീലനം നടത്തിയതിന്റെ ഫോട്ടോയാണ്. സീ ദ ഷാർപ്നെസ് ഓഫ് ഹിസ് ലുക്ക്. ഈ എയിം പിടിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഹി ഈസ് എ ബോൺ തീവ്രവാദി, ബോൺ ടെററിസ്റ്റ്, ബോൺ ക്രിമിനൽ. അയ്യോ ഇത് അപവാദം. അണ്ണാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ ആണ്. ഒറിജിനൽ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എന്റെ മൊബൈൽ എവിടെ? നോക്ക് അണ്ണാ, പണ്ട് ഞാനും മൂന്നാറ് ടൂർ പോയപ്പോ ബലൂണിൽ വെടിവെച്ച് കളിച്ചതാ. നോക്ക് 5 അണ്ണനും പൊട്ടിച്ച് 3 ഞാനും പൊട്ടിച്ച്. അണ്ണന് ഭയങ്കര ഉന്ന. ഇത് അപവാദമാണ്. എടാ അരവിന്ദ് ആസാമി, നിന്നെ ഞാൻ അവിടെ വന്ന് കണ്ടോളടാ. ഈവനിംഗ് അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അരവിന്ദ് ആസാമി. നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം രജനീകാന്ത്. രജനീകാന്ത്, താങ്കൾ അമ്പിളിയുടെ സതീർത്ഥ്യനും സന്തത സഹചാരിയുമാണ്. ഈ കേസിനെ കുറിച്ചുള്ള പുതിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ്? മറ്റേ പഴയ വഴി കൂടെ തന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലോട്ട് വന്നു. അമ്പിളിയും നിങ്ങളും തമ്മിൽ സതീർത്ഥ്യനും സന്തത സഹചാരിയുമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പറയാനുള്ള പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിനെ കുറിച്ച്? അത് ഞങ്ങള് ഓണത്തിന്റെ ആഘോഷ ഓണത്തിന്റെ ആഘോഷത്തെ കുറിച്ച് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അറിയാം. കേരളം മൊത്തം ആഘോഷിക്കുന്നതാണ് ഓണം. ഓണത്തെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ പറയാനുള്ളത് പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിനെ കുറിച്ചാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ എനിക്ക് 30 സെക്കൻഡ് തരുമോ സാർ? പ്ലീസ് സാർ, ഒരു 30 സെക്കൻഡ് സാർ. സാർ എത്ര മണിക്കൂറായിട്ട്? I doubt, Mr. Rajinikanth. You are the culprit. You are the culprit. നിങ്ങളാണ് ചെയ്തത്. നിങ്ങളാണ് മോഷ്ടിച്ചത്, മിസ്റ്റർ രജനികാന്ത്. നിന്റെ അച്ഛനാണ് മോഷ്ടിച്ചത്. 2.5 മണിക്കൂർ അവിടെ കയറ്റി വെച്ചിട്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങോട്ട് പറയിപ്പിക്കുകയില്ല. 30 സെക്കൻഡ് അയാൾ കേടാ പിടിച്ചില്ലേ, അയാൾക്ക് കൊടുത്ത മനസ്സിലായി. പ്ലീസ് സാർ, എനിക്കൊരു 30 സെക്കൻഡ് താ സാർ. പ്ലീസ് സാർ. എന്തോ സാർ എഴുന്നേറ്റ് പോലെങ്കിൽ വലിച്ചു കീറും. സാമിയാണ് അത്ര സാമി. Mr. Rajinikanth, you are talking unparliamentary. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. We are going for a short break.